OTT പ്ലാറ്റ്ഫോമുകൾ ഈ വർഷം മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്തില്ല എന്ന് വിലയിരുത്തൽ. 200ഓളം സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും OTTയിൽ നിന്നും കാര്യമായ വരുമാനം ലഭിച്ചില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇരുകൈയും നീട്ടിയാണ് മലയാള സിനിമ OTT സംസ്കാരത്തെ സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ മികച്ച വരുമാനം സിനിമകൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ മലയാള സിനിമയ്ക്ക് OTT പ്ലാറ്റ്ഫോമുകൾ ഇടുന്ന വില കുറഞ്ഞിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകൾ പോലും തിയേറ്റർ വിജയം നോക്കിയാണ് OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. തിയേറ്ററിന് പുറമെ നിർമ്മാതാക്കൾക്ക് കരുത്താകുമെന്ന് കരുതിയ പുത്തൻ സിനിമാ സംസ്കാരം ഗുണം ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തൽ. OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉള്ള വരുമാനങ്ങൾ പാടെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവർ വളരെ സെലക്റ്റീവായി പർച്ചേസസ് നിർത്തി റവന്യൂ ഷെയർ അല്ലെങ്കിൽ വീഡിയോ ഓൺ ഡിമാൻഡ് എന്നൊക്കെയുള്ള ലെവലിൽ ആണ് അവർ കണ്ടൻറ്റുകൾ ഇപ്പോൾ എടുക്കുന്നത്. അപ്പം ഒരു ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നുള്ള ലെവലിലേക്ക് അവർ എടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് വലിയ ക്രൈസിസാണ്. ഈ വർഷം ഇറങ്ങിയ പകുതിയിലേറെ മലയാള സിനിമകളും OTT പ്ലാറ്റ്ഫോമുകൾക്ക് പുറത്താണ്. ശരാശരി നിലവാരം പോലും പുലർത്താത്തതാണ് കാരണം. നിലവിൽ തിയേറ്റർ കളക്ഷനെ മാത്രം ആശ്രയിച്ചാണ് മലയാള സിനിമാ വ്യവസായം മുന്നോട്ടു പോകുന്നത്. സിനിമകളുടെ എണ്ണം കൂട്ടുന്നതിന് പകരം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് മികച്ച സിനിമകൾ പുറത്തെത്തിച്ചാൽ മാത്രമേ ഈ വർഷമുണ്ടായ നഷ്ടം അടുത്ത വർഷമെങ്കിലും നികത്താനാകൂ. അപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നത് ഉയർന്നു നിൽക്കുന്ന താരപ്രതിഫലമാണ്. 24 കൊച്ചി.